കാക്കനാട് ഇൻഫോ പാർക്കിന് വളരെ അടുത്തായി ഏകദേശം ഒരു 2.5 കിലോമീറ്റർ മാറി മനോഹരമായിട്ടുള്ള ഒരു വീട് വന്നിട്ടുണ്ട്. 4.1 സെന്റ് സ്ഥലത്താണ് വീട് വന്നിരിക്കുന്നത്. 2100 സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ച 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ടുള്ള ഒരു വീട്. തെങ്ങോട് എന്ന സ്ഥലത്താണ് ഈ വീട് വരുന്നത്. മനോഹരമായിട്ടുള്ള എലവേഷനിലാണ് വീട് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് ഈ കാണുന്ന വീടാണ്. അപ്പോൾ വീട് കാണാം. 4.1 സെന്റ് സ്ഥലത്താണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 2100 സ്ക്വയർ ഫീറ്റുള്ള വീടാണ്. വീട് ഈ കാണുന്നതാണ്. വീടിൻ്റെ എലവേഷൻ ആദ്യം നമുക്ക് നോക്കാം. വീടിൻ്റെ എലവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് വലിയൊരു ടെക്സ്ചർ വർക്ക് ഈ ഭിത്തിയിൽ നൽകിയിട്ടുണ്ട്. സെൻറ്റർ ഭാഗത്തേക്ക് വരുമ്പോൾ ബാൽക്കണിയാണ്. മുകൾ ഭാഗത്ത് ലോവർ ഡിസൈൻ പാറ്റയും കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് ടെറാക്കോട്ട ടൈലുകളുടെ ഡിസൈൻ വർക്ക് മുകളിൽ കാണാം. താഴെയായിട്ട് ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഈ സെൻറ്റർ ഭാഗത്തേക്ക് വരുമ്പോൾ താഴെ വുഡൻ വിൻഡോ നൽകിയിരിക്കുന്നു. മുകളിലേക്ക് വരുമ്പോൾ UPVC വലിയ വിൻഡോ നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു ബോക്സിനുള്ള ഒരു ഗ്ലാസ് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അത് ഒരു ബെഡ്റൂമിൻ്റെ ഭാഗമായിട്ടാണ് അത് വരുന്നത്. ഇവിടെ വലിയൊരു ഗ്ലാസ് വിൻഡോ, ഒരു വുഡൻ വിൻഡോ നൽകിയിട്ടുണ്ട്. ഇനി വീടിൻ്റെ മുന്നിലേക്ക് വരികയാണെങ്കിൽ ഇതാണ് വീടിൻ്റെ മുന്നിൽ റോഡ് വരുന്നത്. ഏകദേശം 5 മീറ്റർ വിഡ്ത്താണ് ഈ റോഡിന് നൽകിയിരിക്കുന്നത്. 10ഓളം വില്ലകളാണ് ഇവിടെ വരുന്നത്. ഏകദേശം ഒരു 5ഓളം വില്ലകൾ ഓൾറെഡി സോൾഡ് ഔട്ടാണ്. ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു വീടാണ്. അപ്പോൾ വീടിൻ്റെ മതിൽ ഇതാണ്. ടെക്സ്ചർ വർക്കാണ് മതിൽ നൽകിയിരിക്കുന്നത്. സിമ്പിളായിട്ടുള്ള ഡിസൈൻ വർക്ക് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ടെറാക്കോട്ട ടൈലുകളുടെ ഡിസൈൻ വർക്ക് ഇടയ്ക്കിടയ്ക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് സ്ലൈഡിങ് ഗേറ്റ്. ഗേറ്റിൻ്റെ വർക്ക് തീർന്നിട്ടില്ല. അവിടെ GI ഷീറ്റ് നൽകാനുണ്ട്. ഇവിടെ ഒരു ഫോൾഡിങ് ഗേറ്റും ഈ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വീടിൻ്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് മുറ്റം. മുറ്റത്ത് വലിയൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഈ കാർ പോർച്ച് നമുക്ക് ലഭ്യമാകുന്നുണ്ട്. കടപ്പ കല്ലുകളാണ് നൽകിയിരിക്കുന്നത്. അതിനിടയിൽ സിന്തറ്റിക് ഗ്രാസ് വരാനുണ്ട്. ഇവിടെയും നമുക്കൊരു ചെറിയ വാഹനം പാർക്ക് ചെയ്യാം. വലിയ വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമില്ല. ചെറിയൊരു വാഹനം, ആൾട്ടോ പോലെയുള്ള വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ ചെറിയൊരു പ്ലാന്റർ ബോക്സ് നൽകിയിരിക്കുന്നു. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു പാം ട്രീ പോലത്തെ ഒരു ചെടി ഇവിടെ വച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. വീടിന് ചുറ്റും അത്യാവശ്യം നടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ വർക്ക് ഏരിയ സ്പേസ് ആണ് നൽകിയിരിക്കുന്നത്. കിച്ചൺ കാണുമ്പോൾ ആ സ്പേസ് കാണും. ഈ വീടിന് കിണർ വെള്ളവും വാട്ടർ കണക്ഷനും നമുക്ക് ലഭ്യമാകുന്നുണ്ട്. വീടിൻ്റെ ഒരു വശം ഇവിടെയാണ് കിണർ നൽകിയിരിക്കുന്നത്. കിണർ ഒരു D ആകൃതിയിൽ ഷേപ്പ് ചെയ്തിരിക്കുകയാണ്. അവിടെ ധാരാളം ശുദ്ധജലം ലഭിക്കുന്ന ഏരിയയിലാണ് ഈ വീടുള്ളത്. വീടിൻ്റെ പുറകിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം 1 മീറ്ററോളം സ്പേസ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അവിടെ മെറ്റൽ ചിപ്സ് ആണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് വീടിൻ്റെ സിറ്റ് ഔട്ട് വരുന്നത്. അത് ഒരുപാട് വലിപ്പമുള്ള ഒരു സിറ്റ് ഔട്ട് അല്ല, ചെറിയൊരു സിറ്റ് ഔട്ട് നൽകിയിട്ടുണ്ട്. ഫുൾ ബോഡി ടൈലാണ് സിറ്റ് ഔട്ടിൽ നൽകിയിരിക്കുന്നത്. മെയിൻ ഡോർ വരുന്നത് ഇവിടെയാണ്. 2 പാളികളുള്ള ഒരു മെയിൻ ഡോറാണ് നൽകിയിരിക്കുന്നത്. മഹാഗണി വുഡിലാണ് മെയിൻ ഡോർ. വലിയ വുഡൻ ഹാൻഡിലുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ ഡോർ തുറന്നാൽ നമുക്ക് നേരെ ലിവിങ് സ്പേസിലേക്കാണ് ചെല്ലുന്നത്. ഇതാണ് ലിവിങ് ഏരിയ. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ലിവിങ് സ്പേസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ടെക്സ്ചർ വർക്ക് നൽകിയിട്ടുണ്ട്. ഡബിൾ ഹൈറ്റിലാണ് ഈ ഏരിയ ഒരുക്കിയിരിക്കുന്നത്. മുകളിൽ ഒരു മനോഹരമായിട്ടുള്ള ഷാൻലിയറും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ കണ്ട ഒരു ജനൽ, ആ വുഡൻ ജനൽ നമ്മൾ പറഞ്ഞിരുന്നു, അത് ഇവിടെയാണ് വരുന്നത്. UPVC വിൻഡോ ഇതിൻ്റെ മുകളിൽ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീടിനകത്തേക്ക് ധാരാളം നാച്ചുറൽ ലൈറ്റ് വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് TV യൂണിറ്റ് ഒരുക്കിയിരിക്കുന്നത്. ഇതൊരു പാർട്ടീഷൻ വാളായിട്ടാണ് ആക്ട് ചെയ്യുക. നമ്മുടെ ഡൈനിങ് സ്പേസിനെയും ലിവിങ് സ്പേസിനെയും തിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇവിടെ TV വെക്കാനുള്ള ഒരു ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. നമുക്ക് ഡൈനിങ് സ്പേസിലിരുന്നും TV കാണാം. ലിവിങ് സ്പേസിലിരുന്നും TV നമുക്ക് കാണാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസുകൾ നൽകിയിരിക്കുന്നു. ഇങ്ങോട്ട് വരുന്ന ഒരു ആർക്കി ഡ്രൈവ് കൊടുത്തിട്ടുണ്ട്. അവിടെയെല്ലാം LED ലൈറ്റുകൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ഇവിടെയായിട്ടാണ് ഡൈനിങ് ഏരിയ വരുന്നത്. വിശാലമായിട്ടുള്ള ഡൈനിങ് സ്പേസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ CCTV ക്യാമറകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. അതിൻ്റെ യൂണിറ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെയാണ് വാഷ് കൗണ്ടറിൻ്റെ സ്ഥാനം. ജാഗ്വറിൻ്റെതാണ് ഈ വാഷ് ബേസിൻ നൽകിയിരിക്കുന്നത്. ടേബിൾ ടോപ്പ് വാഷ് ബേസിനാണ് വരുന്നത്. ഇവിടെ ചെറിയൊരു ടാപ്പ് വരുന്നുണ്ട്. മനോഹരമായിട്ടുള്ള ഒരു LED മിറർ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഒരു ടവൽ റാഡും നൽകിയിട്ടുണ്ട്. മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ സിമ്പിളായിട്ടുള്ള ഒരു ഫോൾ സീലിംഗ് വർക്ക് തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ. 2 ഹാങ്ങിങ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അത് നല്ല മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളാണ്. ഇതിൻ്റെ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്.
കിച്ചൺ എൽ ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ് നൽകിയിരിക്കുന്നത്. ഇവിടെ ആ സിറ്റ് ഔട്ടിൽ കണ്ട അതേ ടൈലുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സിങ്ക് കൊടുത്തിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള സിങ്കാണ്. പുതിയ മോഡൽ ടാപ്പുകളൊക്കെ നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. 2-3 ടാപ്പുകളൊക്കെ കൊടുത്ത് മനോഹരമായിട്ടുള്ള ഒരു സിങ്ക് മാറ്റ് ഫിനിഷിലാണ് അത് വരുന്നത്. ഇവിടെ വുഡും ഹോബും നൽകിയിട്ടുണ്ട്. എലീക്ക എന്ന ബ്രാൻഡിൻ്റേതാണ് അത് ചെയ്തിരിക്കുന്നത്. കിച്ചൺ വിൻഡോ, ഇവിടെയും ഒരു വിൻഡോ, പിന്നെ ഒരു വർക്ക് ഏരിയ സ്പേസ് ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ടതാണ്. അതിൻ്റെ വർക്ക് ചെയ്തിട്ടില്ല, അത് നമുക്ക് ചെയ്ത് നൽകുന്നതാണ്. പുറത്ത് നോക്കിയാൽ കാണാം. താഴത്തെ നിലയിൽ ഈ വീടിന് 2 ബെഡ്റൂമുകളുണ്ട്. ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ഇതാണ്. വുഡൻ ഡോറുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മഹാഗണി വുഡ് തന്നെയാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് ബെഡ്റൂം. സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ ബെഡ്റൂം ചെയ്തിരിക്കുന്നു. 2 വശത്തും ജനലുകൾ കൊടുത്തിട്ടുണ്ട്. അതിനെല്ലാം ബോർഡർ വർക്കുകളും കാണാം. ഇത് മോഡേൺ ഡിസൈനിൽ നൽകിയിരിക്കുന്ന എലവേഷൻ്റെ ഭാഗമായി വരുന്ന ആ ജനലാണ്. ഇവിടെയാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. 3 പാളികളുള്ള വാർഡ്രോബാണ്. മൾട്ടിവുഡിലാണ് വാർഡ്രോബ്. താഴെ സ്റ്റോറേജ് സ്പേസ് വരുന്നത്. ബ്ലാക്ക് കളറുള്ള ഹാൻഡിലുകളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു ഡ്രസ്സിങ് ഏരിയയും അവൈലബിൾ ആയിട്ടുണ്ട്. മുകളിൽ ചെറിയ രീതിയിലുള്ള ഫോൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ബാത്റൂം ഇവിടെയാണ് വരുന്നത്. അത് വെറ്റും ഡ്രൈയുമായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇത് ബാത്റൂമിൻ്റെ ഡോറ് ഫൈബറിൽ കൊടുത്തിരിക്കുന്നു. ഇതാണ് ബാത്റൂം. ഈ ബാത്റൂമിൽ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതെല്ലാം റിമൂവ് ചെയ്യാനുള്ളതാണ്. ഇതാണ് കുളിക്കാനുള്ള സ്പേസ്. മുകളിലാണ് ഷവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സെൻട്രൽ ഭാഗത്തായിട്ടാണ് ക്ലോസറ്റ് വരുന്നത്. വാൾ ഹാങ്ങിങ് ക്ലോസറ്റും കൺസീൽഡ് ഫ്ലഷ് ടാങ്കുമാണ് നൽകിയിരിക്കുന്നത്. സെറയുടെ ബ്രാൻഡാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ഏലൻ ടൈപ്പ് വാഷ് ബേസിനും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി രണ്ടാമത്തെ ബെഡ്റൂം കാണാനുണ്ട്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളുണ്ട്. ഈ സ്റ്റെപ്പിനോട് ചേർന്നാണ് ആ ബെഡ്റൂമിലുള്ള ഡോറ് നൽകിയിരിക്കുന്നത്. 2 വലിയ ബെഡ്റൂമുകളാണ്. ഇവിടെ ഈ സൈഡിലാണ് 2 ജനലുകൾ നൽകിയിട്ടുണ്ട്. ഇവിടെ 3 പാളിയുള്ള ജനൽ ഈ ഭാഗത്താണ് വരുന്നത്. അതുപോലെ തന്നെ വാർഡ്രോബ് ഈ ഭാഗത്തും ചെയ്തിട്ടുണ്ട്. നേരത്തെ കണ്ട അതേപോലെയുള്ള വാർഡ്രോബാണ്. ഇവിടെ ചെറിയൊരു വർക്കിംഗ് ഏരിയ നമുക്ക് കാണാറുണ്ട്. മുകൾ ഭാഗത്ത് സിമ്പിളായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡ്രസ്സിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. വലിയൊരു മിറർ കാണാം. താഴെ സ്റ്റോറേജ് സ്പേസും ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് ബാത്റൂം. ബാത്റൂം വെറ്റും ഡ്രൈ ആയിട്ട് ഗ്ലാസ് പാർട്ടീഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല മനോഹരമായിട്ടുള്ള വാൾ ടൈലുകളാണ് കൊടുത്തിരിക്കുന്നത്. അത് മാറ്റ് ഫിനിഷുള്ള വാൾ ടൈലുകളാണ്. ഇതേയും നേരത്തെ കണ്ട അതേ സെറ്റപ്പിൽ തന്നെയുള്ള ഒരു ബാത്റൂം. ഇനി മുകളിലത്തെ നിലയിലേക്ക് നമുക്ക് പോകാനുണ്ട്. സ്റ്റെപ്പ് വരുന്നത് ഈ ലിവിങ് സ്പേസിനും ഡൈനിങ് സ്പേസിനും ഇടയിൽ നിന്നാണ്. സ്റ്റെപ്പുകളിൽ മനോഹരമായിട്ടുള്ള ടൈലുകളാണ്, ഫുൾ ബോഡി ടൈലുകളാണ് നൽകിയിരിക്കുന്നത്. ഹാൻഡിൽ വുഡിൽ വരുന്നുണ്ട്. ഇവിടെ ഗ്ലാസും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ഈ ഭിത്തി കണ്ടോ, മനോഹരമായിട്ടുള്ള ഒരു ഭിത്തിയാണ് നൽകിയിരിക്കുന്നത്. ഗോൾഡൻ സ്ട്രിപ്പുകൾ മുകൾ ഭാഗത്തൊക്കെ തക്ക രീതിയിൽ ഇവിടെ ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പ് ഒരുപാട് ഹൈറ്റ് ഒന്നുമില്ല. പ്രായമായ ആളുകൾക്ക് പോലും കയറി പോകാവുന്ന രീതിയിലാണ് സ്റ്റെപ്പ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതാണ് അപ്പർ ലിവിങ് സ്പേസ്. അത്യാവശ്യം അപ്പർ ലിവിങ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എൽ ഷേപ്പിലാണ് ഈ ഏരിയ വരുന്നത്. ഇത് നമ്മുടെ ലിവിങ് സ്പേസിൻ്റെ മുകളിലുള്ള സ്പേസാണ്. ഇവിടെ ഒരു ഷാൻഡിയർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിന്നാണ് എല്ലാ 2 റൂമിലേക്കും യൂട്ടിലിറ്റി സ്പേസിലേക്കും ബാൽക്കണിയിലേക്കും പ്രവേശിക്കുന്നത്. ഇതാണ് ആദ്യത്തെ മുകളിലത്തെ നിലയിലെ ആദ്യത്തെ ബെഡ്റൂം. സെയിം സെറ്റപ്പ് തന്നെയാണ് ബെഡ്റൂമിന് ചെയ്തിരിക്കുന്നത്. 2 ജനലുകളിലൂടെ കാണാം. ഇവിടെ ഒരു ബേ വിൻഡോ അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വാർഡ്രോബും മനോഹരമായിട്ടുള്ള രീതിയിൽ കാണാം. താഴത്തെ നിലയിൽ നമ്മൾ കണ്ട ഒരു ബെഡ്റൂമിൻ്റെ എക്സാക്റ്റ് അതേപോലെ തന്നെയാണ് നൽകിയിരിക്കുന്നത്. പക്ഷെ ഒരു ബേ വിൻഡോ മാത്രം ഇവിടെ അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. ഇതാണ് ബാത്റൂം. ബാത്റൂമിൻ്റെ ടൈലുകൾ നല്ല ആകർഷകത്വം ഉള്ളതാണ്. മനോഹരമായിട്ടുള്ള ടൈലുകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പേഷ്യസുമാണ്. ഇനി 4ാമത്തെ ബെഡ്റൂമാണ്. അത് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ആ ബെഡ്റൂമിലാണ് വലിയൊരു ഗ്ലാസ് വിൻഡോ നൽകിയിരിക്കുന്നത്. ഇതാണ് ആ ബെഡ്റൂം. ഈ ഗ്ലാസ് വിൻഡോ ഇവിടെ ചെയ്തിട്ടുണ്ട്. നമ്മൾ എലിവേഷനിൽ നിന്ന് കണ്ട വിൻഡോയാണ്. നമുക്കിവിടെ ഒരു കർട്ടനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല പ്രൈവസി ഉണ്ടാവും. ഇപ്പോൾ നല്ല നാച്ചുറൽ ലൈറ്റ് വീടിൻ്റെ അകത്തേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ വാർഡ്രോബ് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇതാണ് ബാത്റൂം.
എല്ലാ ബാത്റൂമുകളും വെറ്റും ഡ്രൈയുമായിട്ട് തിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പേഷ്യസ് ആണ് ബാത്റൂമുകൾ എല്ലാം. നല്ല ക്വാളിറ്റിയുള്ള വാറണ്ടിയുള്ള ബാത്റൂം ഫിറ്റിങ്സുകൾ തന്നെയാണ് വരുന്നത്. അഡീഷണൽ ആയിട്ട് നമുക്ക് വരുന്നത് ഒരു യൂട്ടിലിറ്റി സ്പേസ് ആണ്. അത് കോൺക്രീറ്റിൽ തന്നെയാണ് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഒരു വർക്കിംഗ് ഏരിയ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ്റെ സ്ഥാനം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കോൺക്രീറ്റിൽ തന്നെയാണ് സ്റ്റെപ്പ് ചെയ്ത് എടുത്തിരിക്കുന്നത്. 100 GI സ്ക്വയർ ടൂബ് ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ബാൽക്കണി കൂടിയാണ് കാണാനുള്ളത്. ബാൽക്കണി വരുന്നത് ഇവിടെയാണ്. ഇതാണ് ബാൽക്കണിയിലേക്കുള്ള ഡോറ്. ചെറിയൊരു ബാൽക്കണി മാത്രമാണ് നമുക്കിവിടെ അവൈലബിൾ ആകുന്നത്. ഒരു ചെറിയ സ്പേസ് മാത്രം ബാൽക്കണിക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മുകളിൽ ഹലൂവർ ഡിസൈൻ പാറ്റേണും കൊടുത്തിരിക്കുന്നു. 4.1 സെന്റ് സ്ഥലത്ത് 2100 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂമും ഒരു യൂട്ടിലിറ്റി സ്പേസും അടങ്ങുന്ന മനോഹരമായിട്ടുള്ള ഒരു വീടാണ് നമ്മൾ കണ്ടത്. വീട് വരുന്നത് തെങ്ങോട് എന്ന സ്ഥലത്താണ്. ഒരു റെസിഡൻഷ്യൽ ഏരിയയിലുള്ള വീടാണ്. ഏകദേശം 10ഓളം വില്ലകൾ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അതിൽ കുറച്ച് വീടുകൾ ഓൾറെഡി സോൾഡ് ഔട്ടാണ്. ഈ കാണുന്ന വീടിൻ്റെ വില ചോദിക്കുന്നത് 1,15,00,000 രൂപയാണ്. പക്ഷേ നെഗോഷ്യബിൾ ആണ്. ഇൻഫോ പാർക്കിലേക്ക് 2.5 കിലോമീറ്ററാണ് ദൂരം. തേവക്കൽ ജംഗ്ഷനിലേക്ക് ഏകദേശം ഒരു 1.5 കിലോമീറ്ററിനുള്ളിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ ഈ വീട് കാണാനും ഈ വീടിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വിളിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതട്ടെ. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.